ഈ കേസിൽ ഒരു SC/ST അട്രോസിറ്റീസ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത്തരം വകുപ്പുകൾ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു കണ്ടിന്യൂയിങ് ഒഫൻസ് എന്ന രീതിയിൽ ഈ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപകരിൽ നിന്ന് മോശമായ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നു എന്നത് സുവ്യക്തമാണ്. എന്നാൽ രോഹിത് വെമുലയുടെ വിഷയം തന്നെ പരിഗണിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന ആലങ്കാരികമായിട്ടൊരു പ്രയോഗം വരുന്നുണ്ടെങ്കിൽ പോലും അത് നിയമ സംവിധാനത്തിൽ അത്തരമൊരു വകുപ്പോ മറ്റോ നമുക്കില്ല. അപ്പോൾ SC/ST വകുപ്പിന് ഉപരിയായിട്ട് ജനറലി ക്രിമിനൽ ലോ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചുകൊണ്ട് ഏത് വകുപ്പ് ഇതിൽ ചുമത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാവുന്നതാണ് വകുപ്പ് 108 ഭാരതീയ ന്യായ സംഹിത, അതായത് പഴയ IPC-യിലെ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് എന്ന വകുപ്പിന് തത്തുല്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന 108ാമത്തെ വകുപ്പ് പറയുന്നു, ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ് സൂയിസൈഡ്, whoever abets the commission of such suicide shall be punished with imprisonment 10 വർഷം, മേ എക്സ്റ്റെൻഡ് ടു 10 years. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ കൊഗ്നിസബിൾ ആയിട്ടുള്ള, അതുപോലെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെഷൻസ് കോർട്ടിൽ വിസ്താരം നടത്തേണ്ട ഗൗരവമായ ഒരു ഒഫൻസ്. അതിന് 2 പാർട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതിയുടെയും കൽക്കട്ട ഹൈക്കോടതിയുടെയും ഒക്കെ, കേരളത്തിലെ ഹൈക്കോടതിയുടെയും ഒക്കെ വിധിന്യായങ്ങൾ ഇപ്പോൾ പരിഗണിക്കുമ്പോൾ അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കണം. ആരാണ് അതിലേക്ക് തള്ളിവിടുന്ന പോലെ ഒരു വാക്കുകൊണ്ടോ വാചകം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുതപ്പെട്ട ഒരു രേഖ കൊണ്ടോ ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്, ആ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഇന്റൻഷണൽ എയ്ഡ്, എലിവിഷം കഴിച്ച് മരണപ്പെട്ട ആളാണെങ്കിൽ ആ എലിവിഷം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ, കുരുക്ക് കയറുപയോഗിച്ച് കെട്ടി തൂങ്ങി മരിക്കുന്ന ഒരു സൂയിസൈഡ് ആണെങ്കിൽ അതിന് കയറ് വാങ്ങി നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വാചകം മരണത്തിലേക്ക് തള്ളിവിടുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് പ്രിൻസിപ്പാളിന്റെ അകത്തു നിന്നും മുറിയിലെ ലാസ്റ്റ് ചർച്ചകളിലേക്ക് നമുക്ക് വെളിച്ചം വീശേണ്ടി വരുന്നത്. അതിനുള്ളിൽ എന്താണ് നടന്നിരിക്കുന്നത്, അതിനുള്ളിൽ ആരെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്, അതിനെക്കുറിച്ച് CCTV വ്യക്തമാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണെങ്കിൽ അതിലെ സംസാര ശകലങ്ങൾ ഇപ്പോഴും പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ, ഇപ്പൊ ഞാൻ തന്നെ ഭാഗഭാക്കായി നടത്തിയ ഒരു കേസിൽ എറണാകുളത്ത് നോർത്ത് അഥവാ കസബ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് അട്രോസിറ്റീസ് കേസിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ഉപയോഗിച്ചിരിക്കുന്ന അസഭ്യങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിന്റെ കോൺവെർസേഷൻസ് ഒന്നും പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ CCTV വിഷ്വൽസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പഞ്ചാബ് കേസിലെ വിധിന്യായത്തിനനുസരിച്ച് വളർന്നിട്ടില്ല. അപ്പൊ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സ് ഒക്കെ നമുക്ക് വെളിവാക്കി തരുന്നത് ദൃശ്യശകലങ്ങൾക്കൊപ്പം സംസാര ശകലങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അത്രയും ക്രൂഷ്യൽ സ്ഥലങ്ങളിൽ അതും കൂടി പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള CCTV കം സൗണ്ട് കളക്ടിംഗ് ഡിവൈസസിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേരേണ്ടതിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഈ വിഷയത്തിൽ അത്തരം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ്, പ്രിൻസിപ്പലിന്റെ റൂമിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, അതിലേക്ക് അന്വേഷണം നീങ്ങണം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊണ്ടാണെങ്കിൽ ഒളിവിലുള്ള റാം ഉൾപ്പെടെയുള്ള ആ 2 അധ്യാപകർ, ഒരു പുരുഷ അധ്യാപകനും ഒരു സ്ത്രീ അധ്യാപികയും, അവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അവർക്ക് ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് കോടതിയെ സമീപിക്കാം. ഇപ്പോൾ സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്ന രീതി അനുസരിച്ചിട്ടാണെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് കുത്തനെ പോകാൻ സാധിക്കുകയില്ല. അവർ ചെല്ലേണ്ടത് ആദ്യം ജില്ലാ കോടതിയിലേക്കാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ള അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ ഏത് ജില്ലാ സെഷൻസ് ഘടകത്തിലാണോ വരുന്നത് ആ സെഷൻസ് കോടതിയിലേക്ക് അവർ പ്രവേശിക്കേണ്ടി വരും ആന്റിസിപ്പേറ്ററി ബെയിലായിട്ട്. അതിനുള്ള ശ്രമങ്ങളായിരിക്കാം അണിയറയിൽ ഒരുങ്ങുന്നത്. അപ്പോഴും കോടതി പരിശോധിക്കുക, ഈ 10 വർഷം ശിക്ഷ ചുമത്താവുന്ന കുറ്റമായ സ്ഥിതിക്ക് അതിലേക്കുള്ള ഇൻസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇന്റൻഷണൽ എയ്ഡ് ഇതിൽ നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ തീർച്ചയായും വകുപ്പ് 108 ലീഡിംഗ് ഒഫൻസ് ആക്കിക്കൊണ്ട് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിന് തന്നെ ഒരു കുറ്റം ചുമത്തും. തീർച്ചയായും. ഇപ്പോൾ ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ അധ്യാപകർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് അടക്കം പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി തീർച്ചയായും ഉണ്ടാവും. ഈ കോളേജിനെതിരെ എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവുമോ? കാരണം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതികൾ അധ്യാപകരുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിലും ആ കോളേജ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം നിരന്തരം പരാതി ആണ് ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കോളേജ് അടപ്പിക്കൽ അങ്ങനെ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്കൊക്കെ കടക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടോ? ആത്യന്തികമായിട്ട് ഈ പ്രൈവറ്റ് സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പല മൂല്യച്യുതികളും നമുക്കെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു സർപ്ലസ് കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് സർക്കാർ സംവിധാനത്തിൽ ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് ചൂട്ട് കത്തിച്ച് നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന രീതിയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അടച്ചതുകൊണ്ടോ ഒന്നും നീതി ലഭിക്കുന്നില്ല. അവരുടെയുള്ള അധ്യാപകരുടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള പെരുമാറ്റം കൊണ്ടുവരാൻ,
അല്ലെങ്കിൽ ഈ ജാതി ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തുണ്ടെങ്കിൽ ഇതിനെ മാറ്റാൻ ഈ വിഷയത്തിൽ തന്നെ മരണം നടന്നിട്ട് ദളിത് ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള ദിനുവയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ വിഷയം ഉണ്ടായിട്ട് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള സമയവും സന്ദർഭവും ഒക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ, ഉദാഹരണത്തിന് ഈ സൂയിസൈഡിലൊക്കെ വളരെ പ്രധാനമുള്ളതാണ് സൂയിസൈഡൽ നോട്ട്. ആ സൂയിസൈഡൽ നോട്ട് ഈ കുട്ടി എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും റിഫ്ലക്ഷൻസ് അയാളുടെ മുറിയിൽ അയാളുടെ അന്ത്യനിമിഷങ്ങൾ കടന്നുപോയ ഇടങ്ങളിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റാൻ, വൃത്തിയാക്കാൻ, കഴുകിക്കളയാനൊക്കെയുള്ള ശ്രമങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്ന്, ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നതായിട്ടാണ് ഇത്തരം കേസുകളുടെ ഒരു പൊതു ട്രാക്ക് റെക്കോർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ വൈകുന്നതിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തോ മറച്ചു പിടിക്കാൻ ഈ അഞ്ചരക്കണ്ടിയിലെ സ്ഥാപനം ഡെന്റൽ കോളേജ് ശ്രമിച്ചു എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കും. പിന്നെ ലോൺ ആപ്പ് 14,000 രൂപയുടെ ലോൺ ആപ്പ്, നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള കടങ്ങളുണ്ടാവും. നിരന്തരം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ശരാശരി ഭാരതീയനെ, ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് പല വിഷയങ്ങളുണ്ടാവാം. അയാൾക്ക് പ്രണയ നൈരാശ്യങ്ങളുണ്ടാവാം, അയാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ ലാസ്റ്റ് അയാളെ ട്രിഗർ ചെയ്ത മൊമെന്റ്, അതിന് കാരണക്കാരായവർ ആരാണ്? ആ സംസാരത്തിൽ എവിടെയെങ്കിലും നീ പോയി ആത്മഹത്യ ചെയ്യേ എന്ന കൊണോട്ടേഷനിലുള്ള, എന്ന ഒരു അർത്ഥത്തിലുള്ള രീതിയിലുള്ള കോൺവെർസേഷൻസ് ജാതീയാധിക്ഷേപത്തിനുപരിയായി മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് എ ക്ലിയർ കേസ് ഓഫ് അട്രാക്ടിങ് 108 അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ആണ്. അതിൽ വിചാരണ നേരിടേണ്ടി വരും. അതേസമയം അത്തരം കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ അതിലേക്ക് പ്രോസിക്യൂഷന് തെളിവുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഞാൻ ഈ സംശയം പ്രകടിപ്പിച്ചത്. നമ്മുടെ ഈ CCTV വിഷ്വൽസ് ഒരാൾ കോറിഡോറിൽ കൂടെ നടന്നു പോകുന്നതും മറ്റും മാത്രം പോരാ. ആ സംസാരം കൃത്യമായിട്ട് എന്തായിരുന്നു എന്ന് പറയാൻ അത് ഈ വിദ്യാർത്ഥികൾക്കൊന്നും കഴിയുന്നില്ല. അവരാരും ഇല്ല. ഒരുപക്ഷെ പ്രിൻസിപ്പാള് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അറ്റൻഡർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ നിർണായകമായ മൊഴികൾ ആ സമയത്ത് ഉണ്ടായിരുന്നവരുടെ എടുത്തിട്ടായിരിക്കും കോടതിയിൽ പ്രോസിക്യൂഷൻ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള കസ്റ്റോഡിയൽ മർഡർ കേസിൽ പോലും അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരാണ് ബൂട്ടിട്ടിട്ട് കോവിഡ് സമയത്ത് കസ്റ്റഡിയിലെടുത്ത കച്ചവടക്കാരെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതിന്റെ കാര്യങ്ങൾ പുറത്തോട്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഈ നിതിൻ രാജിന്റെ അവസാന നിമിഷങ്ങളിൽ ട്രിഗറിംഗ് മൊമെന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പാളിന്റെ അവിടെ നിന്ന് അയാൾ കരഞ്ഞിറങ്ങി എന്ന് പറയുന്നു. അതിലേക്ക് ഘടകമാക്കിയ സംഭാഷണ ശകലങ്ങൾ എന്തായിരുന്നുവെന്ന് പ്രിൻസിപ്പാളിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് പുറത്തു വരും. അതിനനുസരിച്ചിട്ടായിരിക്കണം 108 അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് എടുക്കേണ്ടത്. ഇനി അതില്ലെങ്കിൽ, അത്തരം ഒരു സംഭാഷണ ശകലം ഇല്ല, ഈ കുട്ടി മറ്റു വിഷമങ്ങൾ, ജാതീയ അധിക്ഷേപങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണ് വന്നിരിക്കുന്നതെങ്കിൽ 108 അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ദുർബലപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷന് കുറച്ചും കൂടി അഭികാമ്യം SC/ST അട്രോസിറ്റീസിന്റെ ഭാഗത്തുള്ള വകുപ്പുകളെ ലീഡിംഗ് ഒഫൻസ് ആക്കിയിട്ട് മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.